ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനീ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ദശകം 64 ഗോവിന്ദാഭിഷേകം നാരായണീയം അതാണ് നമുക്ക് വായിക്കാനുള്ളത്. കഴിഞ്ഞ ദശകത്തിൽ നമുക്ക് ഇന്ദ്രൻ്റെ അഹങ്കാരവും മഴ പെയ്യിപ്പിച്ചതും ഗോവർദ്ധനം ഭഗവാൻ ഒരു കൈയാൽ നിർത്തി 7 ദിവസം ഒരുപോലെ നിന്ന് മഴ പെയ്ച്ചു. അപ്പം ഇന്ദ്രന് ഒക്കെ എന്താ മനസ്സിലാക്കേണ്ടത്? ഇന്ദ്രന് എളിഭ്യമായി. അപ്പോൾ അവിടെ ഈ അത്ഭുതം ഒക്കെ കാണിച്ചതോ ഗോപജനങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്കിതിൽ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ജനങ്ങൾക്കെല്ലാം ഭഗവാനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെയാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. നമുക്ക് ഈ ദശകം വായിക്കാം. ദശകം 64 ഗോവിന്ദാഭിഷേകം. ശ്ലോകം 1. ആലോക്യ ശൈലോദ്ധരണാതിരൂപം പ്രഭാവം ഉച്ചൈസ്തവ ഗോപലോക വിശ്വേശ്വരം ത്വാം അഭിമത്യ വിശ്വേ നന്ദം ഭവത് ജാതകം അന്വപൃച്ഛൻ. ആലോക്യ ശൈലോദ്ധരണാതിരൂപം പ്രഭാവം ഉച്ചൈസ്തവ ഗോപലോക വിശ്വേശ്വരം ത്വാം അഭിമത്യ വിശ്വേ നന്ദം ഭവത് ജാതകം അന്വപൃച്ഛൻ. ഇതിൽ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നു, ഗുരുവായൂരപ്പ ഭഗവാനി, ഗോപജനങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ ഗോവർദ്ധന ഉദ്ധാരണം ആ മാഹാത്മ്യങ്ങൾ ഓരോന്ന് ഗ്രഹിച്ച് ഓരോരോ അത്ഭുതങ്ങളാണല്ലോ ഭഗവാൻ കാണിക്കുന്നത്. അതുകൊണ്ട് ഈ ഗോവർദ്ധന ഉദ്ധാരണം എടുത്ത് ഇങ്ങനെ ഒരു കൈയാൽ പിടിച്ചല്ലോ, കുടയായി പിടിച്ച് 7 ദിവസം ഒരുപോലെ നിർത്തിയില്ലേ. അതുകൊണ്ട് ആ മാഹാത്മ്യങ്ങൾ ഓരോന്ന് ഈ ഗോവചനങ്ങളെല്ലാം ഗ്രഹിച്ച് അങ്ങ് വിശ്വത്തിൻ്റെ ഈശ്വരൻ തന്നെ എന്ന് കരുതി ജനങ്ങളെല്ലാം മനസ്സിലാക്കി ഭഗവാൻ നാരായണൻ ഈ കൃഷ്ണൻ വിശ്വത്തിൻ്റെ ഈശ്വരൻ തന്നെ എന്ന് കരുതി നന്ദഗോപരോട്, അതായത് ഭഗവാന്റെ അച്ഛനായ നന്ദഗോപരോട് അങ്ങയുടെ ജാതകത്തെ പറ്റി ചോദിച്ചു. കുഞ്ഞിൻ്റെ ജാതകം എങ്ങനെയുള്ളതാ എന്ന് പിതാവായ നന്ദഗോപരോട് ചോദിച്ചു. കാരണം ഇത്രയൊക്കെ അത്ഭുതങ്ങൾ കാണിച്ചപ്പോൾ എല്ലാ ജനങ്ങൾക്കും, ഗോപജനങ്ങളെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും ഗോപജനങ്ങളാണ്, ഗോക്കളാണ് അവിടെ കൃഷി. അതുകൊണ്ടാണ് എല്ലാവരെയും ഗോപജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരെല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് ചോദിച്ചെന്ന് പിതാവിനോട് ചോദിക്കുന്നു, ഈ കുഞ്ഞിൻ്റെ ജാതകം എങ്ങനെയുള്ളതാ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു. നമുക്ക് 2-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 2. ഗർഗോദിതോ നിർഗതിതോ നിജായ വർഗായ താതേന തവ പ്രഭാവ പൂർവാധികസ്ത്വയ് അനുരാഗയേഷാം ഐതിഷ്ഠ താവത് ബഹുമാനഭാര. ഗർഗോദിതോ നിർഗതിതോ നിജായ വർഗായ താതേന തവ പ്രഭാവ പൂർവാധികസ്ത്വയ് അനുരാഗയേഷാം ഐതിഷ്ഠ താവത് ബഹുമാനഭാര. അങ്ങനെ കുഞ്ഞിൻ്റെ ജാതകത്തെപ്പറ്റി ചോദിച്ചപ്പോൾ പിതാവ് പറയുന്ന, ഗർഗ മഹർഷി മുൻപ് ഈ ജാതകം തയ്യാറാക്കാൻ വന്ന സമയത്ത് ഭഗവാന്റെ മാഹാത്മ്യത്തെപ്പറ്റി അറിയിച്ചിരുന്ന കാര്യങ്ങൾ അന്ന് കുറേ എന്തൊക്കെയോ അല്പാൽപ്പം ഒന്ന് ആ പിതാവിനോട് പറഞ്ഞിരുന്നു. ഗർഗ മഹർഷിയാണല്ലോ ജാതകം നാമം പേരിടയിലും ഒക്കെ വന്നത്. അപ്പോൾ അന്ന് അങ്ങയുടെ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി അറിയിച്ചിരുന്ന കാര്യങ്ങൾ നന്ദഗോപർ സ്വജനങ്ങളോടായി പറഞ്ഞു. ഇപ്പം ചോദിച്ച ജനങ്ങളോടായി പിതാവായ നന്ദഗോപർ പറഞ്ഞു. അതറിഞ്ഞ അവർക്ക് അങ്ങയോടുള്ള സ്നേഹം ബഹുമാനമായിട്ട് മുമ്പത്തേക്കാൾ ഏറെ വർദ്ധിച്ചു. കാരണം അന്ന് എന്താ ഗർഗമഹാമുനി പറഞ്ഞത്, ആ വാക്കുകൾ എന്തായാലും അത് ഈ ഗോപജനങ്ങൾ ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു. കുഞ്ഞ് മാഹാത്മ്യമാണെന്നും ഈശ്വരൻ നാരായണൻ തുല്യനാണെന്നൊക്കെ അന്ന് എന്തോ അല്പം ഒന്ന് പറഞ്ഞു, എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു. എന്നാൽ അത്ര വ്യക്തമാക്കത്തുമില്ല, കാരണം രഹസ്യമായിട്ടാണ് പേരിടൽ ചടങ്ങൊക്കെ, കാരണം കംസനെ ഭയന്നിട്ട്. അതുകൊണ്ട് ഇവിടെ അതറിഞ്ഞ അവർക്ക് എന്തോ ഗർഗമഹാമുനി പറഞ്ഞ വാക്ക് ഈ നന്ദഗോപർ ഈ ഗോപജനങ്ങളോട് പറഞ്ഞപ്പോൾ ഭഗവാനോടുള്ള സ്നേഹം ബഹുമാനമായിട്ട് മുമ്പത്തേക്കാൾ ഏറെ വർദ്ധിച്ചു. എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു, അതിനേക്കാൾ ഏറെ സ്നേഹവും അതിനോടൊപ്പം ഇരട്ടിക്ക് ബഹുമാനവും വർദ്ധിച്ചു. അതാണ് ഇതിനകത്ത്. അപ്പം ഈശ്വരന് തുല്യം ഈശ്വരനല്ലയോ എന്നൊക്കെ അവർക്ക് ബോധ്യമാകുന്ന അത്ഭുതങ്ങളല്ലയോ കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 3-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 3. തതോ അവമാനോദിത തത്വബോധ
സുരാധിരാജസഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവസ നഷ്ടഗർവ സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാഥേ തതോ അവമാനോദിത തത്വബോധ സുരാധിരാജസഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ട്വാവ സ നഷ്ടഗർവ സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാഥേ. ഒന്നും കൂടി വായിക്കാം. തതോ അവമാനോദിത തത്വബോധ സുരാധിരാജസഹ ദിവ്യഗവ്യ ഉപേത്യ തുഷ്ടാവസ നഷ്ടഗർവ സ്പൃഷ്ട്വാ പദാബ്ജം മണിമൗലിനാഥേ. ഇവിടെ ഇന്ദ്രൻ്റെ ഇന്ദ്രന് സംഭവിച്ച തനിക്ക് ഇന്ദ്രന് സംഭവിച്ച അപമാനം കൊണ്ട് ഇളിഭ്യനായി തീർന്ന ഇന്ദ്രൻ തത്വബോധമുദിച്ച് ജ്ഞാനിയായി. അപമാനം എന്താണ്? 7 ദിവസം മഴ വെച്ച് ഇപ്പം ഞാൻ കാട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ചെയ്തു. അപ്പോൾ അവിടെ തോറ്റ് തുന്നമ്പാടി പോയതുകൊണ്ട് അപമാനമായി. അതുകൊണ്ട് ഇന്ദ്രന് സംഭവിച്ച അപമാനം കൊണ്ട് ഇളിഭ്യനായി തീർന്ന ഇന്ദ്രൻ തത്വബോധം ഉദിച്ച് ജ്ഞാനിയായി. എന്തെങ്കിലും ഒന്നാകണ്ടേ? അങ്ങനെ അദ്ദേഹം തന്നെ മനസ്സിലാക്കി എന്തോ ഭഗവാനിൽ എന്തോ കാര്യം, ഈ കണ്ണനിൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായാൽ ഇനി അല്ലെങ്കിൽ വളരെ വളരെ എളിഭ്യനായി പോകുമല്ലോ. അവിടെ തത്വബോധമൊക്കെ ഉദിച്ചിട്ട് അയാൾ തന്നെ ജ്ഞാനിയായി, അല്പം അറിവൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ ഇന്ദ്രന് ഈ പിഞ്ചു ബാലൻ ആരെന്നറിയാനായി. അല്പം ജ്ഞാനം നമ്മളെ ഉള്ളിൽ ഉദിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ആൾ ആരാ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഭഗവാൻ ആരാന്ന് അയാൾക്ക് അങ്ങനെ പിഞ്ചു ബാലൻ ആരെന്നറിയണമെങ്കിൽ ഇത്രയെല്ലാം കാട്ടിയിട്ടും അയാൾക്കത് അറിയാൻ പറ്റി ഇപ്പോഴെങ്കിലും. അതുകൊണ്ട് ആരെന്നറിയാനായി ഭഗവാൻ കണ്ണൻ ആരാണെന്ന് അയാൾക്ക് മനസ്സിലായി. ആ ഇന്ദ്രൻ അങ്ങ് സാക്ഷാൽ ഈശ്വരനാണെന്നറിഞ്ഞ്, അപ്പോൾ ഭഗവാൻ അങ്ങ്, അതായത് ഇന്ദ്രൻ അങ്ങ്, അതായത് ഭഗവാൻ സാക്ഷാൽ ഈശ്വരനാണെന്നറിഞ്ഞ് ഇന്ദ്രൻ മനസ്സിലാക്കി. അങ്ങനെ അയാളുടെ അഹങ്കാരം വെടിഞ്ഞ് കാമധേനുവിനോട് കൂടി വന്ന് രത്നകിരീടം കൊണ്ട് അങ്ങയുടെ ചരണകമലത്തെ സ്പർശിച്ച് സ്തുതിച്ചു. രത്നകമലം വെച്ചാൽ അയാളുടെ തലയിലൊരു കിരീടമുണ്ട്. അപ്പോൾ ഭഗവാന്റെ പാദത്തിൽ കുനിഞ്ഞു കുമ്പിട്ട് തൊഴുകുമ്പോൾ ഈ കിരീടം വന്ന് പാദത്തിൽ മുട്ടും. അതുകൊണ്ട് അയാൾ കാമധേനുവിനോട് കൂടി വന്ന്, കാമധേനു വെച്ചാൽ അയാളുടെ പശു, അങ്ങനെ ആ പശുവിനോട് കൂടി വന്ന് രത്നകിരീടം കൊണ്ട് ഭഗവാന്റെ ചരണകമലത്തെ പാദത്തിൽ സ്പർശിച്ച് സ്തുതിച്ചു. ഇന്ദ്രന് അഹങ്കാരം നശിച്ചപ്പോൾ ഭഗവാൻ ആരെന്നറിഞ്ഞ് സ്തുതിക്കപ്പെടേണ്ടവനാണെന്നറിഞ്ഞ്. അപ്പോൾ ഭഗവാൻ ആരാണെന്ന് മനസ്സിലായി. ഭഗവാനെ എല്ലാവരും സ്തുതിക്കപ്പെടേണ്ടവനാണെന്നും ഇന്ദ്രൻ അറിഞ്ഞ്. എന്നിട്ട് ഭഗവാന്റെ അടുക്കൽ ചെന്ന് രത്നകിരീടം കാൽക്കൽ വച്ച് നമസ്കരിച്ച് സ്തുതിച്ച് പ്രസന്നനാക്കി. അഹങ്കാരമൊക്കെ പോയി. അപ്പോൾ നന്നായി ഭഗവാനെ തന്നെ സ്തുതിച്ചു. എന്താ? രത്നകിരീടം, അയാളുടെ തലയിലിരിക്കുന്ന രത്നകിരീടം കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ സ്പർശിച്ച് സ്തുതിച്ചിട്ട് അയാൾ ആ കിരീടം ഭഗവാന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ച് സ്തുതിച്ച് പ്രസന്നനാക്കി. ഭഗവാനെ പ്രസന്നനാക്കി. ഭഗവാൻ കുഞ്ഞ് ആരെന്തായാലും ഇങ്ങനെയെല്ലാം കണ്ട് രസിച്ചിരിക്കുന്നൊരു കുഞ്ഞ്. അപ്പോൾ അയാൾക്ക് മനസ്സിലായത് ബഹുമാനിക്കപ്പെടേണ്ടവനാണ്, ആദരിക്കപ്പെടേണ്ടവനാണ്, സ്തുതിക്കപ്പെടേണ്ടവനാണ് എന്ന് ഇന്ദ്രന് മനസ്സിലായിട്ട് കിരീടം കാലക്കൽ വെച്ച് നമസ്കരിച്ച് സ്തുതിച്ചു. അപ്പോഴാണ് ഭഗവാൻ പ്രസന്നനായി. അതാണ് നമുക്കിന്ന് ഇനി അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.